ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്കൊരു പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി റോസ്മേരിയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണി ഭൂവിനു കാരണമായുള്ള തമ്പുരാനേ. അച്ഛനുമെന്തു പറഞ്ഞാൽ അക്ഷരം തെറ്റാതനുസരിച്ചും മുടി പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറകളായി നിനച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുക്കളെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ടംഗീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ ഭൂവിനു കാരണമായുള്ള തമ്പുരാനേ. താങ്ക് യു റോസ്മേരി. ഇന്നത്തെ ക്ലാസ് സൈൻ ഇൻ ചെയ്യുന്നതിനായി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, all. I warmly welcome Barnabas, who is taking the class today, and all my who have joined the class. Thank you. താങ്ക് യു രഞ്ജിനി. നല്ല ചിന്തകൾ ദിവസവും നമ്മളെ പ്രചോദിപ്പിക്കുകയും പോസിറ്റീവ് ആക്കുകയും ചെയ്യുന്നു. ഇന്ന് നല്ല ചിന്തകളുമായി നമ്മളെ പോസിറ്റീവ് ആക്കാൻ പോകുന്നത് ജെറിൻ മോളാണ്. ജെറിൻ മോളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. എല്ലാ ദിവസവും എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ അവസരമാണ്. ധൈര്യം എന്നത് ഭയത്തിന്റെ അഭാവമല്ല, മറിച്ച് അതിനെ മറികടക്കാനുള്ള ഒരു ശക്തി കൂടിയാണ്. നിങ്ങൾ കരുതുന്നതിലും ശക്തരാണ് നിങ്ങൾ. ഒരു ദയുള്ള ഒരു വാക്കിന് ഒരാളുടെ ദിവസം പ്രകാശിതപൂരിതമാക്കാൻ കഴിയും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. Good morning, all. Good morning, ma'am. Good morning. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്തായിരുന്നു? നീഡ്സ് അല്ലേ? യെസ് മാം. സെമിനാർ കംപ്ലീറ്റ് ആയോ? ഇല്ല മാം. മാം ആക്ടിവിറ്റി പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്. ആക്ടിവിറ്റി ഏതാണ്? ഫ്രെയിമില്ലേ? ഓക്കെ ബട്ടറിംഗ് ഫ്രെയിം. ഓക്കെ, നമുക്ക് ആദ്യം ആക്ടിവിറ്റി പ്രസന്റ് ചെയ്താലോ? പേരയച്ചോ കേട്ടോ. കടായ കുട്ടികള് പേരയച്ചോ കേട്ടോ. ഹീറോസ് മേരി. മിസ്സേ, ഞാൻ അടുത്ത ക്ലാസ് ചെയ്യാമേ. മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലായി പോയി ഈ ആഴ്ച. കുഴപ്പമില്ല കേട്ടോ. റോസ് മേരി പ്രസന്റ് കേട്ടോ.
ഹലോ മിസ്സേ, ഇതേ കട്ടായി പോയതാണ്. പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കേടാ. പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കേടാ. വുഡാണോ ഇത് ചുറ്റും? മ്യൂട്ടാടാ. ഫ്രെയിമാണ്, ഫ്രെയിമാണ്. ഫ്രെയിം ഫോട്ടോ. ആണ്, ഫോട്ടോ ഫ്രെയിം ആണ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ആ. പിൻഷ, ബാക്ക് ക്യാമറ ഓൺ ചെയ്യാനാ? മുകളിലായിട്ട് രണ്ട് ആരോ മാർക്ക് ഉണ്ട്. ഇപ്പൊ ക്യാമറ ഓൺ ചെയ്തപ്പോ രണ്ട് ആരോ മാർക്ക് പോലെ ഒന്നും വന്നിക്കുന്നുണ്ടോ സ്ക്വയർ ആയിട്ടോ? മുകളില്. ഓക്കെ, ഫോൺ ചരിച്ച് അങ്ങനെ ചരിച്ച് കാണിച്ചു തന്നാലും മതി. ഓക്കേടാ. ആ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാടാ. ഇത് ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു ചാർട്ട്. ചാർട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സനില, ഹലോ. എടാ മ്യൂട്ടാടാ. ഇല്ല മാം, ഞാൻ ഇങ്ങനെ കാണിച്ചു തരട്ടെ. ആ, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചാർട്ട് കാണാം, ഫ്രെയിമും കാണാം കേട്ടോ. ഓക്കേടാ, നന്നായിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്ത കാണുന്ന. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ മാം? ഓക്കെ, താങ്ക് യു ടീന, മാം. യെസ് മാം. ടീന, രഞ്ജിനി, അനിൽകുമാർ, വുഡിന്റെ കംപ്ലീറ്റ് ആയില്ല, ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. ഓക്കേടാ. ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കേടാ. സൗമ്യ, സൗമ്യ, സൗമ്യ. ഓക്കെ. തസ്ലിമ, ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കേടാ, പ്രസന്റ് ചെയ്തോ. ഫ്രെയിം കാണാം. ഫ്രെയിം വുഡിന്റെ ആണോ ഫ്രെയിം? അതെ മാം, വുഡിന്റെ ആണ്. പീസ് വെച്ചിട്ട് മറ്റേ സ്റ്റാപ്ലർ ഒക്കെ വെച്ച് കട്ട് ചെയ്തത്. രണ്ട് വുഡാണിത്. രണ്ട് വുഡ് അറ്റാച്ച് ചെയ്തിട്ട് വെച്ചതാ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മരിയ, ഓക്കെ. ഓക്കെ, നമ്മളപ്പോ എവിടെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു?
സെമിനാറിന്റെ ഓർമ്മയുണ്ടോ? മോൻ കാണിച്ചില്ലല്ലോ, പ്രസന്റ് ചെയ്തോട്ടോ. മാം എന്റേത് സ്റ്റക്കായി പോയായിരുന്നു. ടീനാണ്. നെക്സ്റ്റ് കാണിക്കാതെ അതും ബാക്ക് ക്യാമറ മുകളിലായിട്ടാണ്, ടോപ്പിലായിട്ടാ മുകളില്. ഓക്കെ, ഇനി ചരിച്ച് കാണിച്ചാലും മതി ഫോൺ. ഒരു മിനിറ്റ് മിസ് എന്നാ ടീന കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണിക്കാമേ. ഓക്കെ, ടീന പ്രസന്റ് ചെയ്തോടാ. മാം കാണാവോ? സോറി, കാണാട്ടാടാ. ഹെൽത്തി ഹാബിറ്റ്സ്. ഫ്രെയിം എങ്ങനെ ചെയ്ത്? ഫ്രെയിം കാർഡ്ബോർഡ് ആണ് മാം. കാർഡ്ബോർഡാണ്, പക്ഷെ നല്ല ഓക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഹെൽത്തി ഹാബിറ്റ്സ്. ഓക്കെ, താങ്ക് യു മാം. ചരിച്ചാലും മതി, ഇങ്ങനെ കാണുന്ന രീതിക്ക് ഫോണൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ഒന്നുകൂടി ചെയ്താൽ മതി. ഓക്കെ. ചാർട്ട് മാത്രമാണോ ചെയ്തിരിക്കണേ? ചാർട്ട് പിന്നെ ഇത് ഫ്രെയിമും. ഓക്കെ, കാണാട്ടാടാ. സ്ക്രീനെ ഇടയ്ക്ക് പൊട്ടിയിരിക്കുവാണേ, അപ്പൊ ആ സൈൻ കാണുന്നില്ല. കുഴപ്പമില്ല അവിടെ. വേറെ ആരും പ്രസന്റ് ചെയ്യാൻ കണ്ടില്ല? ഫ്രെയിം കണ്ടു പിങ്ക് കളറില്, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാട്ടാ. ഓക്കെ മിസ്. വേറെ ആരും പ്രസന്റ് ചെയ്യാൻ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം. ഈ ഹെൽത്തി ഹാബിറ്റ്സിൽ നമ്മള് ഇപ്പം ബ്രഷ് യുവർ ടീത്ത് പറയും, ഈ കോംപിങ് ഹെയർ, ഫുഡ് കഴിക്കുന്നത് പറയും. അപ്പൊ അതുപോലെ ഈ ബുക്സ് അറേഞ്ച് ചെയ്യുക, അതുപോലെ വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് ഇടുക, അങ്ങനെ അതും നമുക്ക് ഈ ഹെൽത്തി ഹാബിറ്റ്സിൽ തന്നെ പറയാമോ, അതോ ഗുഡ് ഹാബിറ്റ്സിലാണോ? അത് അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ഉണ്ടോ? കുഴപ്പമില്ല. ഇപ്പൊ മോന്റെ ഞാൻ കണ്ടു കുറച്ച് കൂടുതലുണ്ടല്ലേ. ഉണ്ട്. അതപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ. ഇപ്പൊ നമ്മൾ ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കുക, അതൊരു ഗുഡ് ഹാബിറ്റ് വരും, പക്ഷെ ഹെൽത്തി ഹാബിറ്റ്സിലേക്കും വരുന്ന ഒരു ഇതുപോലെ. ഓക്കെ. വേറെ ആരും പ്രസന്റ് ചെയ്യാനില്ലല്ലോ? എന്താ സൗമ്യ? ഹായ്. ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല അല്ലെ? മുകളിലായിട്ട് ടോപ്പിലായിട്ട് 2 arrow മാർക്ക് പോലെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ഓക്കെ, ഇപ്പൊ മാറിയിട്ടുണ്ട് തോന്നുന്നു. സൗമ്യ ചരിച്ച് കാണിച്ചാലും മതിയല്ലോ, ഫോണിൽ ചരിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സെൻസ് ഓർഗൻസിന്റെ കാണാം, ഹെൽത്തി ഹാബിറ്റ്സിന്റെ കാണാം. ഫ്രെയിം ചെയ്തിട്ടില്ല? ഓക്കെ, കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നമ്മള് സെമിനാർ ഇവിടെ വരെ എടുത്തു എന്ന് ഓർമ്മയുണ്ടോ? ഏത് പോയിന്റ് വരെ പറഞ്ഞു? മാം ഇനി ഫിയർ എടുക്കാനുണ്ട്, അത് ഞാനായിരുന്നേ. വാട്സാപ്പിലുണ്ട് മാം. ഓക്കേടാ. ഓക്കെ, ഫിയർ എടുത്തോട്ടാടാ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് മോർണിംഗ് മാം. എനിക്ക് ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇട്ടേക്കുന്നത്. ഫിയർ അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരമാണ് അല്ലേ? അപകടം മുന്നിൽ കാണുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനായിട്ട് തലച്ചോറ് നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് ഭയത്തെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഭയം നമ്മൾ ഉണ്ടാകുമ്പോൾ നെഞ്ചിടിപ്പ് കൂടും, ശാരീരികമായിട്ട് ചില മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നെഞ്ചിടിപ്പ് കൂടുക, അതുപോലെ ശ്വാസം മുട്ടുക, വിയർക്കുക, ഓടാൻ തോന്നുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങൾ ഭയത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ മനഃശാസ്ത്രത്തിൽ അഥവാ സൈക്കോളജിയിൽ ഭയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അപകടകരമോ പിന്നെ അതുപോലെ ഭീഷണി ഉയർത്തുന്നതോ ആയ സാഹചര്യങ്ങളോട് ശരീരം കാട്ടുന്ന ഒരു സ്വാഭാവികവും അടിസ്ഥാനപരവുമായ ഒരു പ്രതികരണമാണ് എന്നാണ്. ഇതൊരു വ്യക്തിയുടെ അതിജീവനത്തിന് അഥവാ സർവൈവലിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വികാരമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഫിയർ ആൻഡ് ആൻസൈറ്റി. ഫിയറും ആൻസൈറ്റിയും ഒന്നാണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ. ഫിയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മുന്നിലുള്ള ഒരു യഥാർത്ഥ അപകടത്തോട് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതികരണത്തെയാണ് ഫിയർ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ ഒരു പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നുണ്ട് അല്ലെ, പേടിച്ചിട്ട് നമ്മൾ ഓടാൻ ശ്രമിക്കുന്നു. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള നടക്കുന്ന ഒരു പ്രതികരണമാണ്. അവിടെ നമ്മുടെ ശരീരം നമ്മൾ ഇപ്പോൾ ഓടാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രതികരണമാണ്. എന്നാൽ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരു അമിത ഭയത്തെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫിയർ എന്ന് പറയുന്നത് 2 തരത്തിലാണ് നമ്മൾക്ക് ഫിയർ ഉള്ളത്. റിയൽ ഫിയർ, യഥാർത്ഥ ഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപകടം മുന്നിലുള്ളപ്പോൾ ഉണ്ടാകുന്നത്. ഞാനിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം ഓടാൻ ശ്രമിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പാമ്പ് നമ്മുടെ നേർക്കാണ് വരുന്നതെന്നുണ്ടെങ്കിലും മാക്സിമം ഓടി നമ്മൾ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഫോബിയ 2 തരത്തിലാണ് ഫിയർ എന്ന് പറഞ്ഞു. അതിലിപ്പോ റിയൽ ഫിയർ ആൻഡ് രണ്ടാമത് പറയുന്നത് ഫോബിയ ആണ്. ഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോബിയ അഥവാ അകാരണ ഭീതി എന്ന് പറയാം. ഒരു യുക്തിരഹിതമായിട്ടുള്ള തീവ്രമായ ഒരു പേടിയാണ് ഫോബിയ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ജീവിതത്തെ ബാധിക്കുന്ന ഒരു ചെറിയ തരത്തിലുള്ള ഒരു മനോരോഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ കുറച്ച് ഫോബിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്രോഫോബിയ, ഇത് നമ്മളെ ഫിയർ ഓഫ് ഹൈറ്റ്സ് ആണ്. ഉയരത്തെ ഭയക്കുന്നതിനെയാണ് അക്രോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോഫോബിയ മീൻസ് അടച്ചിട്ട മുറിയെ ഭയക്കുന്നതിനെയാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. ഇനി ഫിയർ ഓഫ് ഡോഗ്സ്, ഇപ്പൊ പട്ടികളെ നമുക്ക് ചിലവർക്ക് ഭയമായിരിക്കും അല്ലെ, അതും ഒരു തരത്തിലുള്ള ഒരു ഫോബിയ ആണെന്ന് പറയുന്നുണ്ട്. സൈനോഫോബിയ എന്നാണ് ഫിയർ ഓഫ് ഡോഗ്സിനെ പറയുന്നത്. അതുപോലെ ആസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, മിന്നലും ഇടിവെട്ടും അല്ലെ. മഴക്കാലത്ത് നമ്മൾ ഒരുപാട് ചിലവരെങ്കിലും പേടിച്ച് എന്താണ് റൂമില് നമ്മള് വല്ല പുതപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മൂടിയിരിക്കുന്ന കുറച്ചു പേര് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ മാക്സിമം നമ്മൾ എന്താണ് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു തരത്തിലുള്ള ഫോബിയാണ്, ആസ്ട്രോഫോബിയ. പിന്നെ അതുപോലെ എയ്റോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിയർ ഓഫ് ഫ്ലൈയിങ് ആണ്. പറക്കാനായിട്ട് ചിലവർക്ക് ഹൈറ്റ്സിൽ നിന്ന് ചാടുമ്പോൾ അല്ലെ ഫ്ലൈ ചെയ്യുന്നതിനൊക്കെ പേടിയുണ്ടാവും. അതിനെയാണ് എയ്റോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ ഫോബിയ. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിയർ ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ് ഓർ പെർഫോമൻസ് ഓർ ബി ജഡ്ജ്ഡ്. നമ്മളെ ആരെങ്കിലും അല്ലെ ഇതുപോലെ ജഡ്ജ് ചെയ്തുകൊണ്ടും സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഭയക്കുന്നതിനെയാണ്. അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു പേടി വരും. അതിനെയാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മിസോഫോബിയ, ഫിയർ ഓഫ് സ്നേക്സിനെയാണ് മിസോഫോബിയ എന്ന് പറയുന്നത്. പിന്നെ ഫിയർ ഓഫ് ദ ഡാർക്ക് അല്ലെങ്കിൽ ഇരുട്ടിനെ ഭയക്കുന്നതിനെയാണ് നൈറ്റോഫോബിയ എന്ന് പറയുന്നത്. ഹീമോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ബ്ലഡ്. ചിലർക്ക് അല്ലെ ബ്ലഡ് കണ്ടാൽ പേടിക്കുന്നവരുണ്ടാവും, തല ഇറങ്ങി വീഴുന്നവര്. അതിനെയൊക്കെ പറയുന്നതിനാണ് അങ്ങനെ വരുന്നതിനാണ് ഹീമോഫോബിയ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോസോഫോബിയ, ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഒരു പൊതു ഇടത്തിൽ നമ്മൾ സംസാരിക്കാൻ ഭയക്കുന്നവരുണ്ടാവും. അതിനെയാണ് ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഫോബിയാസ് ഉണ്ട്. ഞാനിപ്പോ ഒരു 10 ഫോബിയാസിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് ഫോബിയാസ്. പിന്നെ നമ്മൾ ഇപ്പോ പെട്ടെന്നുണ്ടാകുന്ന ഒരു അതിതീവ്രമായ ഭയത്തെ നമ്മൾ പറയുന്നതിനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിക് അറ്റാക്ക് ആണെന്ന് പറയാം. ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ചിലപ്പോഴെങ്കിലും. ഹാർട്ട് അറ്റാക്ക് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ ഇതെന്താണ്, പാനിക് അറ്റാക്ക് എന്നാണ് പറയുന്നത്. ഇത് ഭയത്തിന്റെ ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി പറയുവാണെങ്കിൽ ഭയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അജ്ഞത അല്ലെ, എന്താണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അതിനോട് നമുക്ക് ഭയം തോന്നും. അതാണ് അജ്ഞത എന്ന് പറയുന്നത്.
ഇനി രണ്ടാമതായിട്ട് പറഞ്ഞാൽ അനുഭവങ്ങൾ. ചിലപ്പോഴെങ്കിലും മുൻകാലങ്ങളിലുണ്ടായ മോശ അനുഭവങ്ങളിലൂടെ നമുക്ക് ഭയം ഉണ്ടാകാം അല്ലെ. ചിലപ്പോൾ ചില പരീക്ഷ, അല്ലെങ്കിൽ പരീക്ഷയിൽ ഫെയിൽ ആവുക, അല്ലെങ്കിൽ സർജറി, പിന്നെ അത് ചില ആക്സിഡൻസ് അല്ലെ, അപകടങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഭയം ഉണ്ടാവാറുണ്ട് അല്ലെ. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നുണ്ടാവുന്ന ഭയമാണ്. ഇതും ഒരു ഭയം സൃഷ്ടിക്കുന്നതിന്റെ ഒരു കാരണമാണെന്ന് പറയാം. പിന്നെ അതുപോലെ സമ്മർദ്ദം. ചില ജോലിയിടങ്ങളിൽ അല്ലെ, തൊഴിലിടങ്ങളിൽ നമുക്ക് സമ്മർദ്ദം തരാറുണ്ട്. ചില പ്രൈവറ്റ് കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗവും അങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ. ചിലവർക്ക് രാത്രിയൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്നവർ പോലും ഉണ്ടാവും അല്ലെ, ഇത്തരത്തില് ജോലിയിലെ സമ്മർദ്ദം ഉണ്ടാകുന്ന കാരണം. അപ്പൊ അത് നമുക്ക് ഭയത്തിന്റെ ഒരു കാരണമായിട്ടും പറയുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നതും ഭയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാരണമാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നത് ഓർത്തുള്ള ഒരു അമിതമായ ടെൻഷനെയാണ് നമ്മൾ ഈ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിയറിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഭയത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല അല്ലെ. എന്നാൽ അനാവശ്യമായിട്ടുള്ള ആൻസൈറ്റി അഥവാ ഈ പറഞ്ഞ പോലെ ഫോബിയാസ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ചില മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ നമുക്ക് തെറ്റായ ചിന്തകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ എക്സ്പ്ലോഷർ തെറാപ്പി. പേടിയുള്ള കാര്യങ്ങളായിട്ട് ക്രമേണ സമ്പർക്കത്തിൽ വന്നിട്ട് ഭയം കുറയ്ക്കുന്ന ഒരു രീതിയാണ് എക്സ്പ്ലോഷർ തെറാപ്പി എന്ന് പറയുന്നത്. എന്തിനെയാണോ പേടിക്കുന്നത് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്ന രീതിയാണിത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സ്പീക്ക് നമുക്ക് ഭയമാണ് അല്ലെ. പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഭയമാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് പരമാവധി അതുമായിട്ട് നമ്മൾ അതിനെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക. എന്താണോ നമുക്ക് ഭയമുള്ളത് അതിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചാൽ ആ ഒരു ഭയം നമുക്ക് ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. ക്രമേണ അത് കുറഞ്ഞു വരും. അങ്ങനെയാണ് എക്സ്പ്ലോഷർ തെറാപ്പിയിൽ പറയുന്നത്. ഇനി കൗൺസിലിംഗ്, വിദഗ്ധ സഹായത്തിലൂടെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഭയം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ വരുത്തിയാലും ഈ പറഞ്ഞ പോലെ ഭയം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അത് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സർസൈസ് ഉണ്ടാവും, ചെയ്യാം അതിലൂടെയും. പിന്നെ യോഗ, ധ്യാനം, ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഭയം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ആത്മവിശ്വാസം, അത് അഞ്ചാമത്തെ ഒരു കാര്യമാണ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കഴിവുകളിൽ നമുക്ക് വിശ്വസിക്കാനുള്ളൊരു വിശ്വസിക്കുക, അതിനെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്വന്തം കഴിവിൽ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മളെ ഭയം മാറിക്കിട്ടും. ഇപ്പൊ എനിക്ക് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് ചെയ്യാൻ അല്ലെ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും പറ്റും. നല്ല രീതിയിൽ നമുക്കത് എല്ലാവരെയും അതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ് അല്ലെ. ഇത്രയാണ് നമുക്ക് ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഭയം നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. ഒട്ടും നമുക്ക് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതായി പോവില്ല. ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരം തന്നെയാണ്. അപ്പൊ ഭയം നമ്മളെങ്ങനെയാണ് നമ്മളെ തളർത്താനുള്ളതല്ല, മറിച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വെല്ലുവിളിയായി തന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് അതിനെ നേരിടാൻ തയ്യാറാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉയരങ്ങളിൽ എത്താനും സാധിക്കും. ഇത്രയായിരുന്നു എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു മാം. ആങ്കർ ആരാണ്? രഞ്ജിനി അല്ലേ? യെസ് മാം. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആൾ. ഞാൻ എടുക്കാൻ പോകുന്ന സെമിനാർ ആംഗ്രി, ദേഷ്യം എന്ന വികാരം ആർക്കും ഇഷ്ടമല്ലാത്തൊരു വികാരമാണ് ദേഷ്യം അല്ലെ. ആർക്കെങ്കിലും ദേഷ്യം ഇഷ്ടമാണോ? ദേഷ്യപ്പെടുന്നവരെ ഇഷ്ടമാണോ? അല്ല.
ദേഷ്യം എന്നത് സ്വാഭാവികമായ ഒരു മാനുഷിക വികാരമാണ്. എന്നാൽ അത് നിയന്ത്രണാതീതമാകുമ്പോൾ വ്യക്തിബന്ധങ്ങളെയും ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നു. ഈ വികാരത്തിന്റെ കാരണങ്ങൾ അത് കുട്ടികളിലും മുതിർന്നവരിലും ചെലുത്തുന്ന സ്വാധീനം, നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഈ ദേഷ്യത്തിന്റെ കാരണങ്ങൾ എങ്ങനെയാണ്? പേടി, സങ്കടം, പിരിമുറുക്കം, നാണക്കേട്, അസൂയ അല്ലെങ്കിൽ നിസ്സഹായത എന്നിവയിൽ നിന്നാണ് പലപ്പോഴും ദേഷ്യം ഉണ്ടാകുന്നത്. ദേഷ്യം ഒരു മാനസികാവസ്ഥയാണോ? ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ദേഷ്യം എന്നത് ഒരു മാനസികാവസ്ഥയാണോ? കോപം, അതായത് ദേഷ്യം, ഒരു സാധാരണവും ആരോഗ്യകരവുമായ വികാരമാണ്. നമുക്ക് കോപം തോന്നുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് മറ്റുള്ളവർ മോശമായോ അന്യായമായോ പെരുമാറിയതിൽ നമുക്ക് കോപം തോന്നിയേക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ ചുറ്റുമുള്ള ലോകത്തിലോ ഉള്ള പ്രയാസകരമായ അനുഭവങ്ങളോടുള്ള പ്രതികരണമായിരിക്കാം നമ്മുടെ കോപം. ഇനി നമുക്ക് കുട്ടികളുടെ കോപം, ദേഷ്യം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കാരണം നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് കുട്ടികളുമായിട്ടുള്ള സഹകരണമാണല്ലോ. അപ്പം കുട്ടികളുടെ ദേഷ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കുട്ടികളുടെ ദേഷ്യം വികാരങ്ങളുടെ സ്വാഭാവിക പ്രകടനമാണ്. എന്നാൽ അത് അമിതമാകുമ്പോൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ക്ഷീണം, നിരാശ, ആശയവിനിമയത്തിലെ കുറവ്, അമിതമായ മീഡിയ ഉപയോഗം, അതായത് ഇപ്പോൾ എല്ലാ കുട്ടികളും ഫോണില്ലാതെ പറ്റില്ല അല്ലെ? എല്ലാവർക്കും ഫോൺ വേണം. നമ്മൾ എവിടെയെങ്കിലും ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതെടുക്കും, അതിന്റെ പാസ്വേഡ് അറിയണം അവർക്ക്. അങ്ങനെ ഇപ്പോൾ മീഡിയ ഇപ്പോൾ ഒരു നല്ല കുട്ടികൾക്ക് അവരുടെ സ്വഭാവ മാറ്റം, അതായത് ദേഷ്യത്തിന്റെ പ്രധാന ഘടകമാണ് മീഡിയ. ദേഷ്യത്തിന് കാരണമാകാം, എന്നിവയുടെ ഉപയോഗം ദേഷ്യത്തിന് കാരണമാകാം. മാതാപിതാക്കൾ ശാന്തമായിരിക്കുക, കുട്ടികളുടെ വികാരങ്ങളെ അംഗീകരിക്കുക, ദേഷ്യം പ്രകടിപ്പിക്കാൻ ആരോഗ്യകരമായ വഴികൾ, അതായത് ചിത്രരചന, ശ്വസന വ്യായാമം പഠിപ്പിക്കുക, കൃത്യമായ ദിനചര്യ പിന്തുടരുക എന്നിവയിലൂടെ അതിലൊരു മാറ്റം വരുത്താം എന്നൊക്കെയാണ് പറയുന്നത്. ചില കുട്ടികളിൽ ദേഷ്യം കൂടുതലുള്ള കുട്ടികളാണെങ്കിലും ചില കുട്ടികളിൽ ചില കഴിവുകൾ ഉണ്ടാവും. ചിലവർ ചിത്രം വരയ്ക്കുക, അപ്പൊ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കുട്ടികളിലെ ദേഷ്യം കൈകാര്യം ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങൾ, ഒന്നാമതായി പറയുന്നത് ശാന്തമായ പ്രതികരണം. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ ഒപ്പം ദേഷ്യപ്പെടാതെ ഇരിക്കുക, അതായത് ശാന്തമാകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതായത് പിന്നെ കാരണം കണ്ടെത്തുക. കുട്ടികൾ അതായത് വിശപ്പ്, ക്ഷീണം, അമിത സമ്മർദ്ദം അല്ലെങ്കിൽ ആഗ്രഹം സാധിക്കാത്തത് എന്നിവയാണോ ദേഷ്യത്തിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം മാക്സിമം. വികാരങ്ങളെ മനസ്സിലാക്കുക. അതായത് ഒരു കുട്ടി ദേഷ്യപ്പെടുന്ന സമയത്ത് നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവരുടെ കുട്ടിയുടെ വികാരത്തെ അംഗീകരിക്കുക. അവരുടെ ആ വികാരത്തെ പേര് വിളിച്ച് നമ്മൾ അവരോട് പറയുക, നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞവരെ മാക്സിമം നമ്മൾ കൂടുതലൊന്ന് അവരോട് തട്ടിക്കയറാതെ മാക്സിമം നമ്മൾ ശ്രമിക്കുക. നമ്മൾ ദേഷ്യപ്പെടാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ദേഷ്യം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, അതായത് ആഴത്തിൽ ശ്വാസം എടുക്കുക, 1 മുതൽ 10 വരെ എണ്ണുക, ചിത്രം വരയ്ക്കുക, അതൊക്കെ അവരെ ശീലിപ്പിക്കുക കുട്ടികളെ. അച്ചടക്കം, വഴക്കമല്ല, അതായത് ദേഷ്യം വരുമ്പോൾ തല്ലുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നതിന് പകരം ദേഷ്യം നിയന്ത്രിക്കാനുള്ള ശരിയായ വഴികൾ കാണിച്ചു കൊടുക്കുക. സ്ഥിരത,
ന്യായമല്ലാത്ത ആവശ്യങ്ങൾക്ക് വഴങ്ങരുത്. അതായത് വാശിക്ക് വഴങ്ങിയാൽ അത് തുടരുമെന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഫോണിന് വേണ്ടി വാശി പിടിക്കുന്ന സമയത്ത് നമ്മളത് കൊടുക്കും. പിന്നെയും അവർ ആ വാശി കാണിക്കുക, ആ ദേഷ്യം കാണിക്കുമ്പോൾ പിന്നെയും നമ്മളത് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നിയന്ത്രിക്കാനും കൂടി നമ്മൾ ഒരു പരിധിവരെ നമ്മൾ കൺട്രോൾ ചെയ്യാനും കൂടി ശ്രമിക്കണം. സഹായം തേടുക. അതായത് കുട്ടിയുടെ ദേഷ്യം ആകുകയോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ തുടർച്ചയായി പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്താൽ ഒരു കൗൺസിലറുടെ സഹായം തേടുക. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അതിനാൽ അവരുടെ പ്രയാസത്തിനും സ്വഭാവത്തിനും അതനുസരിച്ച് ദേഷ്യം നിയന്ത്രിക്കുന്ന രീതികളിൽ മാറ്റം വരുത്താം. പിന്നെ വാത്സല്യവും പ്രോത്സാഹനവും ലഭിക്കുന്ന കുട്ടി ഒരു നല്ല വ്യക്തിത്വം വികസിപ്പിക്കുന്നു. പിന്നെ പേഴ്സണലി ഞാനിങ്ങനെ കുറെ സെർച്ച് ചെയ്തപ്പോൾ ഈ ദേഷ്യത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾക്കും ദേഷ്യം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എൻ്റെ മോന് നല്ല ദേഷ്യമുള്ള കുട്ടിയായിരുന്നു. അപ്പം ഞാന് ഒരു LKG UKG ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര പുരുപുരുപ്പാണ്. അതായത് കുട്ടികൾക്ക് ഹൈപ്പർ ഇതാണ് മോൻ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കൗൺസിലിംഗ് കാണിച്ചൂടെ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറിനെയൊക്കെ മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ അമ്മ അവര് എന്നോട് സംസാരിച്ചു. അപ്പോൾ അവര് പേഴ്സണലി ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവര് പറഞ്ഞു എന്താ മോനോ എന്താ പ്രോബ്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര വികൃതിയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് വികൃതി, അതായത് അതൊരു എന്താ പറയാ അതൊരു രോഗമാണോ? കാരണം അവരുടെ കുട്ടിക്ക് ഓട്ടിസം ബാധിച്ചിട്ട് അവര് അത്രയും ഒരു നിസ്സഹായതയിലാണ് അവര് ഇരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടിക്ക് ദേഷ്യം കാരണം എന്ന് പറഞ്ഞപ്പോ അവര് ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ പലർക്കും പലതും ആയിരിക്കും. കാരണം നമ്മളുടെ കുട്ടിക്ക് ദേഷ്യമാണെങ്കിൽ നമ്മളത് നമുക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഓരോ കുട്ടികൾക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ കുട്ടികളുടെ ദേഷ്യം സ്കൂളില് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പേഴ്സണലി ടീച്ചേഴ്സ് വിളിക്കാറുണ്ട്. അപ്പൊ കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായും വീണ്ടും കൗൺസിലിംഗ് ഒക്കെ പങ്കെടുക്കും പോകും. ആ സമയത്തും ഇതുപോലെ ഒരു കൗൺസിലിംഗ് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ ആദ്യം കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ മാതാപിതാക്കളോട്, അതായത് നമ്മളോടും സംസാരിക്കും. കുട്ടിയുടെ ദേഷ്യത്തിന്റെ കാരണം, അല്ലെങ്കിൽ എങ്ങനെ ഏത് സമയത്താണ് അവര് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ. അപ്പൊ ഒരു കൗൺസിലിംഗ് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം കുട്ടികള് സംസാരിക്കുന്നത്, അവര് സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവര് സംസാരിക്കുന്നത് ക്ഷമയോടെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അവരുടെ ആ ഒരു ദിവസത്തെ കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവരോട് കൂടുതൽ സംസാരിക്കുക, അവർക്ക് കുറച്ചുകൂടി അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് അവർക്കൊരു തോന്നുന്ന സമയത്ത് അവര് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും. അതുപോലെ തന്നെ അവരെ കുട്ടികൾ കിടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപായിട്ട് അവരോട് 10 മിനിറ്റെങ്കിലും കുറച്ച് അധികം സംസാരിക്കുക, അവരെ നന്നായിട്ട് കെയർ ചെയ്ത് സംസാരിക്കുക, തലോടി സംസാരിക്കുക, അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക. അങ്ങനെയൊക്കെ ആ കുട്ടികളോട് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ഒരു ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞിരുന്നില്ല. അതൊക്കെ എന്റെ മനസ്സിൽ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമാണ്. പിന്നെ പേഴ്സണലി പിന്നെ അധികമൊന്നും പറയാനില്ല. ഈ ദേഷ്യം എന്നുള്ളത് ഏകദേശം ഇപ്പോ എന്റെ മോൻ ടീനേജിലാണ് ഇപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴും ദേഷ്യത്തിന്റെ ഇടയ്ക്ക് ഭയങ്കര ദേഷ്യം കൂടുമ്പോ ഞാൻ ടീച്ചേഴ്സിനെ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു ഒരു കൗൺസിലിംഗ് നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞായിരുന്നു.
അപ്പൊ പല കുട്ടികളിലും പല സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ഒരു തീവ്രമായ ഒരു വികാരമാണ് ദേഷ്യം എന്നത്. ഓക്കെ മാം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഹാപ്പിനെസ് ആരാ എടുക്കുന്നേ? അല്ലെങ്കിൽ ഓക്കെ, 1 മിനിറ്റ്. ഹാപ്പിനെസ് ആരാണ്? അത് കഴിഞ്ഞു മാം. ഹാപ്പിനെസ്, സാഡ്നെസ്, ദെൻ വാത്സല്യമാണോ മാം? കഴിഞ്ഞു. വാത്സല്യമാണോ? വാത്സല്യം. അഫെക്ഷൻ ആരാണ്? വാത്സല്യം കഴിഞ്ഞ ക്ലാസ്സിൽ മാം എനിക്കൊണ്ട് തന്നായിരുന്നു. ആണ്. രേവതി ഇല്ലാലൊന്നും ക്ലാസ്സിൽ? ഇല്ല. മോൻ തന്നെ എടുത്തോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. മാം ഈ വാത്സല്യത്തിന്റെ ടോപ്പിക് തന്നപ്പോ എനിക്കതൊരു കഥയായിട്ട് പ്രസന്റ് ചെയ്യാനാ തോന്നിയത്. പറയട്ടെ മാം? ഓക്കെ മാം. ഓമാന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പൂർണ്ണേന്ദു തന്റെ നിലാവോ. അമ്മ അപ്പൂനെ ആട്ടി ഇറക്കുവാണ്. കുഞ്ഞി പല്ലും മോണയും കാട്ടി അമ്മ അമ്മയെ നോക്കി കിടക്കുക. മുത്തശ്ശി കോലായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുഞ്ഞു ഉറങ്ങിയെങ്കിൽ ലത ഒന്നിടം വരെ വരൂ, ദേ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാർ വന്നിരിക്കുന്നു. ലത ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കുഞ്ഞി പൈതലിനെ ആട്ടി നിൽക്കുക. വന്നവരെ മുത്തശ്ശി അകത്തു കയറ്റി ഇരുത്തി കുശലാന്വേഷണങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴും ലതയെ അങ്ങോട്ട് കണ്ടില്ല. പുതിയ അയൽക്കാരാണ്. അടുത്ത വീട്ടിലെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. രാധികയും ഭർത്താവും മകൻ ശ്രീകുട്ടനും. മുത്തശ്ശി പിറുപിറുത്തു, ഈ കുട്ടി ഇങ്ങോട്ട് കാണില്ലല്ലോ. കുഞ്ഞിന്റെ അടുത്താവും. മുത്തശ്ശി തുടർന്നു, എന്റെ ചെറുമോന്റെ ഭാര്യയാ ലത. കുഞ്ഞിനെ ഉറക്കാവും. അവൻ വിദേശത്താ. കുഞ്ഞിനിപ്പോ 1.5 വയസ്സായി. കുഞ്ഞുണർന്നാലും ഉറങ്ങിയാലും ലത കുഞ്ഞിന്റെ അടുത്താ എപ്പോഴും. അതാ വിളിച്ചിട്ട് കാണാത്തെ. രാധിക സോഫയിൽ നിന്ന് എണീറ്റ് ലതയുടെ അടുത്തേക്ക് പോയി. കൂടെ ശ്രീകുട്ടനെയും കൂട്ടി. താരാട്ട് കേട്ട മുറിയിലേക്ക് അവർ പോയി. രാധിക പതിയെ വാതിൽ തട്ടി. ലത അപ്പോഴാണ് ആ വീട്ടിൽ ആരൊക്കെയോ വന്ന വിവരം അറിഞ്ഞത്. രാധിക മുറിക്കുള്ളിലേക്ക് ഒരു ചെറു പുഞ്ചിരിയോടെ കടന്നു വന്നു. ലതയും അവരെ നല്ലൊരു ചിരിയോടെ തന്നെ ക്ഷണിച്ചു. രാധിക തൊട്ടിലേക്ക് നോക്കി. കുഞ്ഞുറങ്ങിയിരിക്കുന്നു. രാധിക സ്വയം പരിചയപ്പെടുത്തി, ഞാൻ രാധിക, അടുത്ത വീട്ടിൽ താമസത്തിന് വന്നതാ. ഭർത്താവിന് ഇവിടെ വില്ലേജ് ഓഫീസിൽ തഹസിൽദാറായിട്ട് ട്രാൻസ്ഫറായി വന്നതാണ്. ലതയും മോന്റെ പേരൊക്കെ പറഞ്ഞ് പരിചയം കൂടുതൽ ഭംഗിയാക്കി. അപ്പോഴാണ് രാധിക ശ്രീകുട്ടനെ ലതയ്ക്ക് കാണിച്ചു കൊടുത്തത്. അമ്മയുടെ സാരിത്തുമ്പം പിടിച്ച് പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ് അവൻ. ശ്രീകുട്ടനെ കണ്ടതും ലതയുടെ കണ്ണൊന്ന് കലങ്ങി. അവൾ ഓർമ്മയുടെ നേർക്കെട്ടുകളിലേക്ക് വഴുതി വീഴുകയാണ്. പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് വന്നു. അല്ല, ഇവിടെ കഥയും പറഞ്ഞ് നിൽക്കുകയാണോ? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ലത അടുക്കളയിലേക്ക് പോകാതിരിക്കുമ്പോൾ രാധിക സന്തോഷത്തോടെ പറഞ്ഞു, അയ്യോ ഇപ്പൊ ഒന്നും വേണ്ട, തൽക്കാലം ഞങ്ങൾ ഇറങ്ങുക, ഇനിയും വരാം. അവർ യാത്ര പറഞ്ഞിറങ്ങി. ലത അപ്പോഴും ശ്രീകുട്ടനിൽ നിന്ന് കണ്ണെടുത്തില്ല. ഒരു നെടുവീർപ്പോടെ അവൾ വീണ്ടും കുഞ്ഞിനെ ഉറക്കാനായി തുടർന്നു. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ഉച്ചയും ബഹളവും ഒക്കെ ആയപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷവും ഒരു നേരം പൊക്കൊക്കെ ആയി. ശ്രീകുട്ടൻ ഒരു വികൃതി പരമുവാണ്. എന്നും അടിയും പിടിയും കരച്ചിലും ഒക്കെ കേൾക്കാം. ഒരു പട്ടാളക്കാരന്റെ മകളുടെ എല്ലാ കൃത്യനിഷ്ഠയും വാശിയും ഒക്കെ മകന്റെ കാര്യത്തിൽ രാധികയ്ക്ക് ഉണ്ടായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും പലപ്പോഴും അവന് ശിക്ഷ കൊടുക്കുന്നത് ലത കാണാറുണ്ട്. അടി കിട്ടുന്ന എണ്ണത്തിനനുസരിച്ച് അവന് വാശിയും ദേഷ്യവും പേടിയും ഒക്കെ കൂടി വന്നു. ശ്രീകുട്ടന് ഒരുപാട് ഇലക്കുകൾ ഉണ്ടായിരുന്നു. പുറത്ത് കളിക്കാൻ പോകരുത്, അയൽവക്കത്തെ കുട്ടികളായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട, സ്കൂൾ വിട്ട വീട്, വീട്ടിൽ നിന്ന് സ്കൂള്, വല്ലപ്പോഴും അമ്മയോടൊപ്പം അപ്പുറത്ത് അപ്പൂട്ടനെ കാണാൻ പോയാലായി. രാധികയുടെ ഈ കർക്കശ സ്വഭാവം കാരണം തന്നെ ശ്രീകുട്ടൻ ഒരു സൈലന്റ് വാലിയാണ്. ഇതൊക്കെ ലത ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിനെപ്പറ്റി ഒക്കെ രാധികയോട് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സ്കൂൾ വിട്ടു വരുന്ന സമയമായിട്ടും ശ്രീകുട്ടനെ കണ്ടില്ല. അവൾ ഒരുപാട് നേരം കാത്തിരുന്നു. വരുന്ന വഴിയിൽ ഇറങ്ങി സ്കൂൾ വിട്ടു വന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു. അവരാരും കണ്ടില്ല. രാധികയ്ക്ക് ശരീരമൊക്കെ തളർന്നു. സ്കൂളിൽ തിരക്കി. സ്കൂൾ വിട്ടു, കുഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആരും അവനെ കണ്ടില്ല. അവളുടെ ശരീരം തളർന്നു.
തൊണ്ട വരണ്ടു. കണ്ണിൽ ഇരുട്ട് കയറുന്നതായി തോന്നി. അവൾ നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് പടിക്കൽ കിടന്നു. കുറച്ചു കഴിഞ്ഞ് ലത അങ്ങോട്ട് വന്നു. അവളുടെ കൈത്തണ്ട പിടിച്ച് ശ്രീകുട്ടനും ഉണ്ടായിരുന്നു. രാധിക ഓടിച്ചെന്ന് വാരി പുണർന്നു. തുരുതുരാ ഉമ്മ വെച്ചു. അവൾ നന്നേ പേടിച്ചിരുന്നു. രാധിക കണ്ണു തുടച്ച് കാര്യം തിരക്കി. മോന് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ കിട്ടി? എങ്ങനെ ലതയുടെ അടുത്തെത്തി? ലത പറഞ്ഞു, കുഞ്ഞിന് ചെറിയ പനിയുണ്ടായിരുന്നു. ഡോക്ടറിനെ കാണിച്ചു വരുന്ന വഴിക്ക് ആറ്റിന്റെ കരയിൽ പാറക്കെട്ടിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു ശ്രീകുട്ടൻ. ആളെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ അമ്മയെ പേടിച്ച് നാട് വീഴണോ ആറ്റിൽ ചാടണോ എന്ന് ഓർത്ത് നിൽക്കുമായിരുന്നു. കണക്ക് പരീക്ഷ പേപ്പർ കിട്ടി. അവൻ അതിന് തോറ്റുപോയി. അതുമായി ഇവിടെ വന്ന അമ്മ അവനെ തല്ലിക്കൊല്ലുമെന്ന് അവൻ പറഞ്ഞു. അല്ലാതെ തന്നെ അമ്മയുടെ ചുറ്റുവട്ടങ്ങൾ കൊണ്ട് അവൻ വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. അത് പേടിച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തത്. അവന് രാധികയെ പേടിയാ. അവന് സ്നേഹത്തിന് പകരം തന്നോട് ദേഷ്യ. പേടി കൊണ്ട് അവൻ എല്ലാം അനുസരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുസൃതി ഉണ്ടാകും. അതും ഈ പ്രായത്തിൽ അവരുടെ അവകാശമാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിയിരുന്നു. ആ തിരിച്ചറിവ് രാധികയ്ക്കുണ്ടാകണം. നിങ്ങൾ ഈ കാണുന്ന അപ്പൂന് മുന്നേ എനിക്കൊരു മോൻ കൂടി ഉണ്ടായിരുന്നു, കണ്ണൻ. എന്നിലെ അമ്മയും രാധികയെ പോലെ തന്നെയായിരുന്നു. അച്ഛൻ അടുത്തില്ലാത്തത് കൊണ്ട് മോൻ വഷളായി പോകരുത് എന്ന് കരുതി ഉള്ളിലെ വാത്സല്യവും സ്നേഹവും ഒക്കെ മൂടിവെച്ച് പരിക്കയായ ഗൗരവക്കാരിയായ അമ്മയായി ഞാൻ. എല്ലാത്തിനും ഞാൻ അവന് അതിർവരം വെച്ചിരുന്നു. കൂട്ടുകൂടലുകളും കുഞ്ഞു കുസൃതികളും ഒക്കെ ഞാൻ ഒരു ഭീമമായ തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. അതിനൊക്കെ അവനെ ശിക്ഷിക്കുമായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോഴല്ലാതെ അവനെ ഞാൻ തലോടാനോ ഉമ്മ വെക്കാനോ പോയിട്ടില്ല. അതൊക്കെ അവൻ മുതലെടുത്താലോ എന്നായിരുന്നു എന്റെ ചിന്ത. അവൻ എന്നെ പേടിയായിരുന്നു. അവന്റെ ആവശ്യങ്ങൾ പോലും അവൻ പേടിച്ചിട്ടാണ് എൻ്റെ പറയുന്നത്. ഓടിക്കളിച്ച് വീണാലും ഞാൻ അവനെ വഴക്ക് കൊടുക്കൂ. അങ്ങനെ ഒരു അമ്മ. അറിയില്ല, അങ്ങനെ ഒരാൾ അമ്മ എന്ന് പറയാൻ പറ്റുമോ? ഓണപ്പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്ക് മേടിച്ചാൽ ഞാൻ അവനൊരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അവൻ എന്നോട് ആവശ്യപ്പെട്ടത് 10 മിനിറ്റ് അപ്പുറത്തെ വീട്ടിലൊന്ന് കളിക്കാൻ പോക്കോട്ടെ. ഞാൻ വാഗ്ദാനം നൽകിയതല്ലേ. വാക്ക് ലംഘിച്ച എന്നിലെ അമ്മയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിയാലോ? കൊടുത്ത വാക്ക് പാലിക്കാം. 10 മിനിറ്റ് ഞാൻ നിശ്ചയിച്ചു. 10 മിനിറ്റിന് കഴിഞ്ഞ ഉടനെ നീ ഇവിടെ എത്തണം. വാക്കു തന്ന് കണ്ണൻ പോയി. 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. വൈകി വന്ന അവനെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു, തല്ലി. അവൻ മുറിയിൽ പോയി കമന്നു കിടന്നു. സന്ധ്യാനാമം ചൊല്ലാൻ വിളിച്ചിട്ടും അവൻ വന്നില്ല. എനിക്ക് അരിശം കയറി വന്നു. വടിയുമായി പോയ ഞാൻ കണ്ടത് ദേഹമെല്ലാം നീലിച്ച് വായിൽ നിന്ന് നുരയും പതയുമായി കിടക്കുന്ന എന്റെ കണ്ണനെയാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ കോരിയെടുത്ത് നിലവിളിച്ചു ആശുപത്രിയിലേക്ക് ഓടി. അവന്റെ കുഞ്ഞിക്കാലിലെ പാട് ഞാൻ അപ്പോഴാ കണ്ടത്. അവന് പാമ്പ് കൊത്തിയിരുന്നു. ദേഹമൊക്കെ നീലിച്ച് തൊണ്ടയൊക്കെ വരണ്ട് കണ്ണൊക്കെ വീഴ്ച് എന്റെ കുഞ്ഞിന്റെ ആ കിടപ്പ്. ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ലത പരിസരം മറന്ന് കരയാൻ തുടങ്ങി. ആശുപത്രി എത്തിച്ചെങ്കിലും എന്റെ കുഞ്ഞു പോയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞത്. ഒളിച്ചു കളിക്കുന്നിടയിൽ അവന്റെ കാലിൽ എന്തോ കൊണ്ടുവന്ന് അവൻ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. അവനത് വേദന എടുക്കുന്നു എന്ന് കൂട്ടുകാരനോട് പറഞ്ഞു. പക്ഷെ ആദ്യമായിട്ട് കളിക്കാൻ വിട്ട സന്തോഷത്തിൽ അവൻ അതൊക്കെ പോട്ടെന്ന് വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, അമ്മയോട് ഇതൊന്നും പറയില്ലേ, എന്നാൽ എന്നെ ഒരിക്കലും കളിക്കാൻ വിടില്ല. എന്നോടുള്ള അവന്റെ ആ പേടി അല്ല, എനിക്ക് അവനോടുള്ള ക്രൂരമായ പെരുമാറ്റമാണ് എന്റെ മോനെ കൊന്നത്. പിന്നെ കുറെ നാൾ ഞാൻ നോർമൽ അല്ലായിരുന്നു. ഏട്ടൻ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ വന്നു. എന്നെ ചികിത്സിച്ച് ഭേദാക്കി. പിന്നെ ഞങ്ങൾക്ക് അപ്പു വന്നു. എന്റെ കണ്ണനെയാണ് ഞാൻ അവന് കാണുന്നത്. അവന് കൊടുക്കാതെ പിശുക്കി വെച്ച എല്ലാ സ്നേഹവും ലാളനയും ഞാൻ ഇവന് കൊടുക്കുന്നുണ്ട്. രാധികയെ സ്നേഹവും വാത്സല്യവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ പരിപൂർണ രൂപത്തിൽ കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അതിന് വേറെ ആരും ഉണ്ടാവുകയുമില്ല. അതവർ അർഹിക്കുന്നുണ്ട്. നമ്മളെ പേടിച്ചു നിൽക്കുന്ന അടിമകളായിട്ടല്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്ന എന്തും സുതാര്യമായി പറയാൻ കഴിയുന്ന കൂട്ടുകാരായിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എന്നെനിക്ക് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. നമ്മളിൽ നിന്ന് തലോടലുകളും മുത്തങ്ങളും കെട്ടിപ്പിടുത്തങ്ങളും എല്ലാം അവർ കൊതിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മൾ അമ്മ എന്ന പദവിക്ക് അർഹരാവുകയുള്ളൂ. ഇപ്പോൾ കണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകുട്ടന്റെ അതേ പ്രായമായിരുന്നേന്. ഇതും പറഞ്ഞ് കണ്ണും തുടച്ച് ലത തിരിഞ്ഞു നടന്നു. കുറ്റബോധത്തിന്റെ തീക്കട്ട തലയിൽ വെച്ച് രാധിക അതും നോക്കി നിന്നു. ഈ കഥയിൽ നമ്മൾ രണ്ടമ്മമാരെ കണ്ടു. രണ്ടുപേരും ഉള്ളിലെ സ്നേഹവും വാത്സല്യവും ഉള്ളിൽ വെച്ച് തന്നെ നഷ്ടങ്ങൾ മാത്രം സമ്പാദിച്ചവരാണ്. വാത്സല്യം എന്നത് സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധവും നിഷ്കളങ്കവുമായ രൂപമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള അതിയായ സ്നേഹവും കരുതലുമാണ് വാത്സല്യം എന്ന് പറയുന്നത്. പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്നേഹം, കരുതലും സംരക്ഷണവും നിറഞ്ഞ മനോഭാവം.
ക്ഷമയും സഹനവും അടങ്ങിയ സ്നേഹം, മാതാപിതാക്കൾ മക്കളെ ചേർത്ത് വെക്കുന്ന ആത്മീയമായ സ്നേഹം, ഇതൊക്കെയാണ് വാത്സല്യം. അമ്മ കുഞ്ഞിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നത് വാത്സല്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. അധ്യാപകൻ വിദ്യാർത്ഥികളെ കരുതലോടെ പഠിപ്പിക്കുന്നതും വാത്സല്യത്തിന്റെ ഒരു രൂപമാണ്. വാത്സല്യം മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. ഈ ലോകത്തിൽ ഏറ്റവും വാത്സല്യം എന്നത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്നേഹമാണ്. നമ്മൾ കുഞ്ഞിന് സ്നേഹം കൊടുക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളെ അവരുടെ ലോകമായി തന്നെ കാണുന്നു. സത്യത്തിൽ വാത്സല്യത്തിൽ എന്ത് ലഭിക്കും എന്ന ചിന്തയില്ല, നൽകുക മാത്രമാണ് ലക്ഷ്യം. ദൈവം നമ്മളിൽ ആവോളം തന്ന ഈ വികാരം നമ്മുടെ മക്കൾക്കും ചുറ്റുമുള്ളവർക്കും കൊടുത്താൽ നമുക്ക് വിലമതിക്കാനാവാത്ത സന്തോഷവും ആശ്വാസവും അല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. സഹോദരങ്ങൾ, അധ്യാപകർ, മുതിർന്നവർ, ചിലപ്പോൾ മനുഷ്യൻ മൃഗങ്ങളോട് പോലും കാണിക്കുന്ന കരുതലും വാത്സല്യത്തിന്റെ ഭാഗമാണ്. അതിൽ ഏറ്റവും അർഹം കുഞ്ഞുങ്ങളാണ്. മനുഷ്യ വികാരങ്ങളിൽ ഏറ്റവും ഹൃദ്യവും മനോഹരവുമായ വികാരമാണ് സ്നേഹവും വാത്സല്യവും. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകരുന്നതിൽ ഏതൊരു കുറവും കാണിക്കേണ്ട ആവശ്യമില്ല. ഓരോ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും അത് അർഹിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനാണ് ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്നേഹവും വാത്സല്യവും അതിന്റെ പരിപൂർണവും ശുദ്ധവുമായ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും അവർക്ക് നൽകുക. അവരുടെ ഏറ്റവും നല്ല കൂട്ടുകാരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്നേഹവും വാത്സല്യവും കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ഒന്നും ആരും ഈ ലോകത്തിലില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയം കൊണ്ടല്ലാതെ സ്നേഹം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്തിക്കൂടെ? അത്രയുള്ളൂ. നന്നായിട്ട് എടുത്തു കേട്ടോ. താങ്ക് യു. നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് പോർഷൻ. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. Emotion constantly become functional in the child relation to his fellow pupils, teachers, parents, siblings, and in school and home situation. കുട്ടികൾ ഇമോഷൻസ് ആരൊക്കെയായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്? സാധാരണയായിട്ട് അത് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്. അത് മെയിൻ ആയിട്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ട് ഏരിയാസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് ഹോമും മറ്റൊന്ന് സ്കൂളാണ്. A good teacher should be conscious of his pupils' emotion as well as his own, that a smooth learning situation can be sustained in the class. നമ്മുടെ ഒരു നല്ലൊരു ടീച്ചർ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളുടെ ഇമോഷൻസ് എന്താണ്, അവരെന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഓൺ ഇമോഷനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളും നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഒരുപാട് കുട്ടികൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഷെഡ്യൂൾഡ് ആയിരിക്കും. സോ നമുക്കൊരു ഇമോഷണലി നമ്മൾ അപ്സെറ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചില ക്ലാസ്സുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ആ ക്ലാസ് മാറ്റിയിട്ട് കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് നടക്കില്ല. അപ്പോൾ നമുക്ക് വിഷമമുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ വിഷമം ആ ക്ലാസ്സിന്റെ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ. ഇപ്പൊ ഞാനായാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര വിഷമമുള്ള ദിവസമാണെങ്കിലും എനിക്ക് സങ്കടവും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ക്ലാസ് തുറന്ന് ഈ ക്ലാസ്സിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമവും സങ്കടവും ഒന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴോ അത് എൻജോയ് ചെയ്യുന്നോണ്ടായിരിക്കും ആ സങ്കടം അത്രയും സമയത്തേക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും. അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരും. ഭയങ്കര ദേഷ്യം വരും അല്ലെ, എല്ലാവർക്കും വരുന്ന ഇമോഷനാണ്. അപ്പൊ ദേഷ്യവും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മുടെ കുട്ടികളോട് നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. സോ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം. അപ്പോ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവർ പറയുന്നത് നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താലായിരിക്കും ചിലപ്പോൾ അവർ കേൾക്കുന്നത്. എന്നാലും നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കാം. എന്നാൽ മാത്രമേ ഒരു നല്ല സ്മൂത്ത് ലേണിംഗ് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ കുട്ടികൾക്ക് വിഷമം വരാത്ത രീതിയിൽ വേണം നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ. അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ മേ ബി അതവരെ ഭയങ്കരമായിട്ട് നമ്മളിപ്പോ വഴക്ക് പറഞ്ഞു വിചാരിക്കുക, ഒരു മിസ്റ്റേക്ക് പറ്റി നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൽ എല്ലാവരും മുമ്പിൽ വെച്ചിപ്പോ അവരെ വഴക്ക് പറയുമ്പോൾ അവർക്ക് വിഷമാവൂലേ, ഭയങ്കരമായിട്ട് വിഷമാവും. പക്ഷെ നമ്മൾ അവനെ മാറ്റി നിർത്തിയിട്ട് എന്താണ്
എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ അവൻ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവൻ അത്രയും കുട്ടികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുന്നേക്കാൾ എത്രയോ ഈസി ആയിരിക്കും നമ്മളോട് മാത്രം അത് തുറന്നു പറയാനായിട്ട്. അപ്പൊ കുട്ടികളെ വഴക്ക് പറയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പേഴ്സണലി നമ്മൾ ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ അവരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. Parents should also aware of these facts in order to boost healthy growth of their words. പാരന്റ്സ് കുട്ടികളുടെ നല്ല ഹെൽത്തി ഗ്രോത്തിന് നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ചില കുട്ടികൾക്ക് ഹംഗ്രി വിശപ്പ് വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരും. നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും നമ്മുടെ കുട്ടി. ഡിഫറെന്റ് രീതിയിലായിരിക്കും അവർക്ക് ഇമോഷൻസ് വരുന്നത്. അപ്പൊ അവർ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അവർക്ക് സങ്കടമായിരിക്കും, ചിലപ്പോൾ കുട്ടികൾ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കും. On the other hand, pupils have to assist to understand, develop their emotions to make them able to lead an adjusted life, to live smoothly with other pupils and others at home and outside. നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉള്ളതാണ് അല്ലെ? ദേഷ്യം, വിഷമം, സങ്കടം, അഫെക്ഷൻ, എല്ലാ ഇമോഷൻസും ഉണ്ട്. സോ ഈ ഇമോഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത്ലി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടും വീട്ടിലും സ്കൂളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. An individual's basic requirements, desires and hope, his value of the life and his life conditions all generate his emotions. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ബേസിക് റിക്വയർമെന്റ്, ഡിസേർവ്സ്, ആഗ്രഹങ്ങള്, ഹോപ്പ്, പ്രതീക്ഷ, അദ്ദേഹം കൊടുക്കുന്ന വാല്യൂ ഓഫ് ലൈഫ്, ഇതെല്ലാം ലിവിങ് കണ്ടീഷൻ, ഇതെല്ലാം എന്തിന്റെ ബേസിലാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇമോഷൻസിന്റെ ബേസിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ഷോസ് സെയിം ഇമോഷൻ ഡിഫറെന്റ്ലി. ഇപ്പൊ രണ്ട് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് കുട്ടികളും സെയിം ഇമോഷൻ ചിലപ്പോൾ ഡിഫറെന്റ്ലി ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ വഴക്കല്ല, ഒരു കുട്ടിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരാളോട് പേഴ്സണലി ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ചിലപ്പോൾ ഷൗട്ട് ചെയ്യും, അവൻ വഴക്കെടുക്കാൻ പോകും, തല്ല് പിടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. മറ്റൊരാൾ ചിലപ്പോൾ ഭയങ്കര സൈലന്റ് ആവും, ഒന്നും പറയില്ല, സൈലന്റ് ആവും. അപ്പോ സെയിം ഇമോഷൻ ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ വീട്ടിൽ തന്നെ രണ്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാലും ഒരു മൂത്ത ആൾക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യമായിരിക്കും, ഇളയ ആൾക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യം വരില്ല. നമ്മൾ തന്നെ കമ്പയർ ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ ഓരോ സെയിം ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. With advancing age, acquisition of verbal skill, many emotional reactions tend to hide and become substitute expression. Okay. For example, mannerism to irritate. ഞാൻ പറയാണ്, നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മള് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മെച്ചൂർഡ് ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇമോഷൻസ് കൂടുതലും നമ്മൾ ഹൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലെ? അപ്പൊ ചിലപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇമോഷൻസ് ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇമോഷൻ ആണ്. വിശക്കുന്ന സമയത്ത്, ആംഗ്രി ആകുന്ന സമയത്ത് അവർ ദേഷ്യം പ്രകടിപ്പിക്കും. അതേപോലെ സാഡ് ആകുന്ന സമയത്തും ദേഷ്യം പ്രകടിപ്പിക്കും. ഭയങ്കര സാഡ് ആണെങ്കിലും അവർ ഒരുപാട് ദേഷ്യമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. Along with the physical and mental development, a process of socialization happen. നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? സോഷ്യലൈസേഷൻ സംഭവിക്കുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കർ ചെയ്യുന്നുണ്ട്. The positive influence of school situation such as game, lesson, teachers' personal impacts, relations of college, constantly work on child, socializing is emotional expressions. അപ്പോൾ നമ്മൾ സ്കൂൾ സിറ്റുവേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, നമ്മൾ എന്താ പറയാ, ടീമായിട്ടൊക്കെ ഗെയിം ഒക്കെ കളിക്കില്ലേ, റിലേ പോലുള്ള ഗെയിമുകൾ, കബഡി, റിലേ, അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ടീം സ്പിരിറ്റും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും. ഒരുപാട് ലെസൺസ്, ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികളുടെ സ്റ്റോറീസ് കേൾക്കുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. ദെൻ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സോഷ്യലൈസേഷനും ഇമോഷണൽ എക്സ്പ്രഷനും കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ആവും. കൺസീൽമെന്റ് ഓഫ് ഇമോഷൻ
in certain case may prove more painful and harmful to child. നമ്മൾ ഈ ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർംഫുൾ ആണല്ലേ, പെയിൻഫുൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളില് ഒതുക്കി കഴിഞ്ഞാൽ എന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് മുഖത്ത് റിഫ്ലക്റ്റ് ആവും. അപ്പൊ എന്നോട് ചോദിക്കും, ഇവിടെ ടീച്ചേഴ്സ് തന്നെ ചോദിക്കും, ഓക്കെ അല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം എനിക്കാണെങ്കിൽ അത് എന്താ പറയാ, നമുക്ക് ആ ഒരു ഇമോഷൻ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊന്നും അറിയില്ല. നമുക്ക് എന്താണ് ഇമോഷൻ അത് പ്രകടിപ്പിക്കുക തന്നെ വേണമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിൽ പ്രകടിപ്പിക്കും. അപ്പൊ വിഷമാണെങ്കിലും കുറച്ചു നേരം ഇത് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം മാറും. സന്തോഷമാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷിക്കാം. A child when emotionally aroused adds to his burden by trying to conceal it. നമ്മൾ ആലോചിക്കും, നമുക്ക് തന്നെ ഒരാളോട് ദേഷ്യം എന്ന് വിചാരിക്കും. ഇപ്പോ നമുക്ക് എല്ലാ ദിവസവും കാണുന്ന ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഒരുപാട് നാൾ നമുക്കത് മറച്ചു വെക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ മറച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലത് ഒരു വിങ്ങല് പോലെ കിടക്കും. നമുക്കത് കൺസീൽ ചെയ്യാൻ പറ്റില്ല ഒരുപാട്. അപ്പൊ കുട്ടികൾ ഇമോഷൻസ് ഹൈഡ് ചെയ്യുമ്പോഴോ അവർക്ക് അത് എന്തോരം ഇമോഷണലി അവരത് അഫക്ട് ചെയ്യുമെന്ന് അറിയാവോ. നമുക്ക് ഒരാളോട് ഇമോഷണൽ ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഹൈഡ് ചെയ്യാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ബേർഡൻ ആയിരിക്കുള്ളൂ. കുട്ടികളോടും പറയാം അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ പറയും വിഷമം വന്നു കഴിഞ്ഞാൽ കരഞ്ഞോട്ടെ, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ള വേർതിരിവൊന്നും വേണ്ട, ആർക്കാണോ വിഷമം വരുന്നത് അവർ കരഞ്ഞോട്ടെ. അങ്ങനെ തന്നെ അവരവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കട്ടെ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം പ്രകടിപ്പിക്കട്ടെ. His action may become crude, funny, inviting ridiculous from others. In extreme case, it may affect his health. നമ്മൾ ഒരുപാട് എന്താ പറയാ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി നാളത്തേക്ക് ഹെൽത്തി ആയിട്ട് പോവില്ല. നമുക്ക് മെന്റലി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അവർ പ്രകടിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞോന്നറിയില്ല, കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതലാണ്. അതും ഹാർട്ട് അറ്റാക്ക് റേറ്റ് ഇന്ന് കൂടുതലാണ്. അത് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പുരുഷന്മാരിലാണ്. സോ എന്താണ് അതിന്റെ റീസൺ നമ്മൾ ചുമ്മാ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇവർ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കില്ല അല്ലെ. നമ്മൾ വിചാരിക്കും അല്ലെ, എന്തൊരു ഉരുക്കു മനുഷ്യരാണ്, വിഷമം വന്നാൽ പോലും കരയില്ല, ഇവർക്കൊന്നും ഇമോഷൻസ് ഇല്ലേ, പാറക്കല്ലാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അവരെ ചെറുപ്പത്തിലെ അവരുടെ പാരന്റ്സ് ട്രെയിൻ ചെയ്യിച്ചിരിക്കുക, ആൺകുട്ടിയാണ്, നീ കരയാൻ പാടില്ല, നീ സ്ട്രോങ് ആണ്, നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ഇമോഷൻ പ്രകടിപ്പിക്കരുതെന്ന് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ബിൽഡ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പൊ അവന് ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രകടിപ്പിക്കാനായിട്ട് പറ്റാതെ അവൻ പിന്നീടും അത് അവന്റെ എന്താ പറയാ ഹെൽത്തിനെയൊക്കെ വളരെയധികം അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞു എന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് ഇമോഷൻസിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഇന്ന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സെമിനാർ എടുത്തു കേട്ടോ. മിസ് ഞാനാണേ പറയുന്നേ. പറഞ്ഞോട്ടോ. ഇന്നത്തെ ക്ലാസ് അപർണ മിസ് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് സെമിനാർ എടുത്ത ബാക്കി 3 പേര്, അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.